വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീറും നീലാവിതളായി മകളെ ോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിരാതിരൊളിയായി മകളേ. അങ്ങോട്ട് ഉറപ്പിച്ചോ? എന്താ തിരുമേനി? കാണണതൊക്കെ ദുസ്സൂചനകളാണല്ലോ കുറുപ്പേ. കുഴപ്പമുണ്ടെങ്കിൽ ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കണ്ട. അതല്ല പിന്നെന്താ തിരുമേനി? കുറുപ്പേ, നമ്മുടെ അപ്പുട്ടിക്ക് 26 വയസ്സിനപ്പുറം ആയുസ് കാണുന്നില്ല. ഒരു പരിഹാരവുമില്ല അല്ലേടോ? സ്ഫുടയോഗ സ്ഫുടം കേന്ദ്രത്തിലോ അഷ്ടമത്തിലോ പാപയോഗത്തോടുകൂടി വന്നാൽ ആ ജാതകക്കാരന് മരണം സുനിശ്ചിത. ആയുർയോഗ വിവരണത്തിലും ഇത് തന്നെയാ പറഞ്ഞിരിക്കണേ. അപ്പുട്ടിയുടെ ജാതകത്തില് കേന്ദ്രത്തിലാ. എന്ത് പരിഹാരാടോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ അപ്പൂട്ടിയെ വേണം. അതിനു വേണ്ടി എന്താന്ന് വെച്ചാ തിരുമേനി ചെയ്യണം. ഗുരുമുഖത്തു നിന്നും മഹാഗ്രന്ഥങ്ങളിൽ നിന്നും നേടിയ അറിവുകളിലൊക്കെ ഞാൻ വീണ്ടും പരതിയിടോ. പാരമ്പര്യമായ അനുഗ്രഹം ചൊരിയുന്ന ഉപാസനാമൂർത്തിയുടെ കാൽച്ചോട്ടിലും ഞാൻ വഴിതേടി. ഇനിയൊരാശ്രയം ശിവമന്ത്രം മാത്രം. അവിടെന്ന് വിചാരിച്ചാൽ മാർക്കണ്ഡേയന്റെ വിധി മാറ്റിയില്ലേ? തിരുമേനിക്കറിയില്ലേ എന്റെ അപ്പൂട്ടിയെ? കുറുപ്പച്ച എന്ന് വിളിച്ച് അവൾ അടുത്തു വരുമ്പോ ഞാൻ എങ്ങനെ അവർക്ക് മുഖത്ത് നോക്കുക? ഇനി മനസ്സ് നേറാതെ ഞാൻ എങ്ങനെ അപ്പൂട്ടിന്നൊന്ന് വിളിക്കുക? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? കുറുപ്പേ, ഒരു പട്ടാളക്കാരന്റെ മനോബലം കാണിക്കേണ്ടത് ഇപ്പഴാ. ഞാൻ കണ്ടത് പറയാതിരിക്കണമായിരുന്നോ ഇത്ര അടുപ്പുള്ള തന്നോട്? പുകയുന്ന അടുപ്പ് പോലെ താനിങ്ങനെ ആയാൽ എല്ലാവരും അറിയും. തൽക്കാലം ഇത് തന്റെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. ശരിയാ, മറ്റുള്ളവരുടെ മനസ്സുകൂടി എന്തിനാ നീട്ടുന്നത്?
കേണൽ മേനോനോട് ഞാൻ ഇനി എന്തു പറയും? അറിഞ്ഞിരുന്നുകൊണ്ട് പെട്ടെന്നൊരു കല്യാണം അത് വേണ്ട. ഇത് നടത്തണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. പിന്നെയൊക്കെ തന്റെ ഇഷ്ടം. ഒരാളും അറിയരുതെന്നാ തിരുമേനി പറഞ്ഞത്. അതുതന്നെയായിരുന്നു എന്റെയും തീരുമാനം. പക്ഷേ നിന്നോട്, ഈ അച്ഛന്റെ മനസ്സ് തൊട്ടറിയുന്ന നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ. ഇളയിടം പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളിതൊക്കെ വിശ്വസിക്കണോ അച്ഛാ? മഹാപണ്ഡിതനായിരുന്ന ആറ്റൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകനാ. ആ കൈകൾ കൊണ്ട് രാശിപ്പലകയിൽ പകുത്തുവെച്ചത് ഒരിക്കലും തെറ്റാറില്ല. എന്നാ പിന്നിത് മറ്റാരും അറിയണ്ട, പ്രത്യേകിച്ചും എന്റെ അമ്മ. ഭാഗ്യമറിഞ്ഞാൽ നാടറിഞ്ഞു എന്നാ. ഡൽഹിയിൽ വിളിച്ച് അവരോട് എന്ത് പറയാനാ? കേണൽ മേനോനുമായി എത്ര കാലത്തെ ബന്ധമാണ്? ആ പൊട്ടിയുടെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞാലോ? എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണം. അപ്പൂട്ടിയ എടുക്ക അച്ഛാ. ആ പൊട്ടി എന്ത് വിചാരിക്കും? അപ്പൂട്ടി, എന്താ കുറിപ്പച്ച ഒരു താമസം? വല്ല ചുറ്റിക്കളി ഉണ്ടോ? എന്റെ അപ്പൂട്ടിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നില്ലേ ഈ കുറുപ്പച്ചൻ? ആ, അങ്ങനെ വേണം. ആ പിന്നെ ഞാനിപ്പോ വിളിച്ചതേ നമ്മുടെ ഹോണറബിൾ ലോയർ മിസ്റ്റർ മുകുന്ദനോട് പറഞ്ഞ് എനിക്കൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ സംഘടിപ്പിച്ചു തരണം. പ്രാക്ടീസിലേക്കുള്ള 2ാം വരവിന് അപ്പൂട്ടിയുടെ വക തന്നെ ആയിക്കോട്ടെ കൈനീട്ടം. എന്താ അപ്പൂട്ടി കാര്യം? അത് നമ്മുടെ മല്ലിക്കൊഴുന്തില്ലേ, ദ ഫേമസ് യൂണിവേഴ്സിറ്റി സിംഗർ ധന്യ അലക്സ്, അവിടെ കുറിപ്പച്ച ഇന്ന് ഞങ്ങളുടെ സ്റ്റേ. എന്ത് പറ്റി എന്റെ സ്വീറ്റ് യങ് മാന്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഒന്നുമില്ല പൂട്ടി. മോളിപ്പോ എവിടുന്നാ വിളിക്കുന്നേ? ഓൺ ദി വേ. ഞാനും എന്റെ വാനരപ്പടയും നാളെ ഏർലി മോർണിംഗിൽ മല്ലിക്കൊഴുന്തിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഷാർപ്പ് 10:30 പൂന്തോട്ടത്തിലെത്തും. ഓക്കേ? ഓക്കേ. കുറുപ്പച്ച, ഉമ്മ. അവള് നാളെ ഇങ്ങെത്തും. നേരെ പൂന്തോട്ടത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് വയ്യ മോനെ. കാണുമ്പോ തന്നെ എന്റെ മനസ്സിന്റെ കലക്കം വക്കീലിനും സുധർമ്മയ്ക്കും മനസ്സിലാവും. ചോദിച്ചാൽ ഞാൻ അറിയാതെ മനസ്സ് തുറന്നുപോയാൽ. അച്ഛാ, എവിടെയെങ്കിലും കുറച്ചു നേരം സ്വസ്ഥമായിരിക്കണം. നീ വണ്ടി വിടും.
മിലിറ്ററിയിൽ നിന്നും അവധിക്കെത്തുന്ന എന്നോട് പറയാൻ അപ്പൂട്ടിക്ക് എന്നും ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കടല് കാണണം. ഞാൻ സമ്മതം മൂളുമ്പോഴേക്കും അവളുടെ കൊച്ചുമുഖം വിടരും. ഇവിടെ എത്തിയാലോ എന്റെ വിരൽത്തുമ്പിൽ പിടിച്ചോടി നടക്കണം, കക്ക പെറുക്കണം, ചിപ്പി പെറുക്കണം. പിന്നെ ഈ തിരകൾ എവിടുന്നാ വരുന്നതെന്നറിയണം. കടലിനക്കരെ ആളുണ്ടോ? അങ്ങനെ എന്തൊക്കെ സംശയങ്ങളാണെന്നോ ആ കൊച്ചു തലയ്ക്കകത്ത്. വളർന്നപ്പോഴും ആ ഇഷ്ടങ്ങൾക്ക് ഒരു കുറവും വന്നില്ല. വീശിയടിക്കുന്ന കാറ്റിനെതിരെ മുഖം തിരിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവൾ പറയും, ഈ കാറ്റിന് എന്റെ അമ്മയുടെ മണമാണ്. അച്ഛാ, മനസ്സടക്കാൻ വന്നിട്ട് ഇങ്ങനെ തളർന്നു പോയാലോ? ഉള്ളിലിരുന്ന് വിങ്ങുന്നതെല്ലാം നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയുക? വല്ലാത്തൊരു വിധിയാ. ഒരുപക്ഷെ സ്വന്തം രാജ്യത്തിനു വേണ്ടിയാണെങ്കിലും നിരപരാധികളായ ഒരുപാട് പേരെ കൊന്നൊടുക്കിയതിന്റെ ശിക്ഷയാണ്. 2 മക്കളെ എനിക്ക് തന്നിട്ട് എന്നെ വിട്ടുപോയ എന്റെ മഹേശ്വരി, പിന്നെ എന്റെ സതിമോൾ, ഇപ്പോ എന്റെ അപ്പൂട്ടി. ഒന്നൊഴിയാതെ ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം നിന്റെ അച്ഛൻ ഇത്ര പാപിയോ? അച്ഛാ, നമ്മൾ ഇറങ്ങിയിട്ട് ഒരുപാട് സമയമായി. അവിടെ എല്ലാരും കാത്തിരിക്കല്ലേ? അച്ഛന്റെ മനസ്സിപ്പോ ഈ കടല് പോലെയാ. ഒന്ന് ശാന്തമാക്കാൻ അച്ഛനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ മോനെ. എന്താ ഇത്? ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. അച്ഛൻ വന്നേ വന്നേ. അച്ഛാ, പതറരുത്. ഇല്ല മോനെ, അപ്പപ്പോ ഓരോ കള്ളങ്ങൾ നാവിൽ വരണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛാ, ഇനി ഇങ്ങനെ തളർന്നിരിക്കരുത്. അകത്തുണ്ണിമാമയുണ്ട്, പുറത്ത് കല്ലേലിയും. എന്തെങ്കിലും ഒരു സൂചന മതി എല്ലാരും അറിയാൻ. നേരം ഒരുപാടായി, മോച്ചല്ല. വക്കീലേ, അച്ഛനെന്താ ഇത്രയും വൈകിയത്? മൊബൈൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയതുമില്ല. കുറെ നേരം അത് ഓഫായിരുന്നു. ഞാൻ ഓഫ് ചെയ്തു തന്നെ. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേൾക്കണ്ടായെന്ന് കരുതി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ ഇളയിടത്തിനെ കാണാൻ പോയതല്ലേ? അതെ, പക്ഷേ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്താ അച്ഛാ, പൊരുത്തക്കുറവുണ്ടോ? ഏയ്, നല്ല പൊരുത്തമാ. പക്ഷേ
കേണൽ മേനോൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി. പിന്മാറിയോ? ഇതെന്താ കുട്ടികളിയാ? ആ, അതാ ഞാനും ചോദിച്ചേ. കാരണമൊന്നും പറയുന്നുമില്ല. ഏതായാലും ഇനി എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം അവരിത്ര ചീപ്പാണോന്ന്. വേണ്ട വക്കീലേ, അന്തസ്സില്ലാത്തവരോട് ഏറ്റുമുട്ടാൻ പോയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ അഭിമാനമല്ലേ? എന്നാലും ഒരച്ഛന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. തന്നോട് ഇത് വന്ന് പറയാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ടാ ഞാൻ ഇത്രയും നേരം. ഒന്നോർത്താൽ ഇതിങ്ങനെ അവസാനിച്ചതാ നല്ലത്. ഇത്തരക്കാരുടെ കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ? അതും ശരിയാ. പക്ഷേ അതിലും നല്ലൊരു ബന്ധം നമ്മുടെ മോക്ക് കണ്ടുപിടിച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ നടത്തും. ധൃതി വേണ്ട. ഇതുപോലെ ആപത്തിലും കാണിച്ചും ചാടിയാലോ? നമുക്ക് നോക്കാച്ചാ. അതെ അതെ, നല്ലത് വരുത്തണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നേരെ ഒരുപാടായില്ലേ? വക്കീൽ കടന്നു. ആ, അമ്മേ, അമ്മേ, അച്ഛനിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അച്ഛൻ, കസേര, മുറുക്കാഞ്ചെല്ലം, കോളാമ്പി ഒക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് മോളെ. അമ്മേ, 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 ഇതവന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞാ മതി. കാറ്, വീട്, പിന്നെ പണം, അതെത്ര വേണമെന്ന് നമ്മൾ അങ്ങ് പറഞ്ഞാ മതി. നീ എന്താ കേമ പറയുന്നേ? ഓഫീസിലെ ചേട്ടനൊപ്പമുള്ള ഒരാളാ. അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടി പനിക്ക് പോരായിരുന്നു. പെണ്ണെ കാണാനും മോശമില്ലെന്നാ ചേട്ടൻ പറഞ്ഞത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഓ, അമ്മക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കല്യാണം, നമ്മുടെ അജയനൊരു കല്യാണം. ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ്. കൊത്തിക്കൊണ്ട് പൊക്കോട്ടെ, അവന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ കിടന്ന് പെടക്കണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവൻ എന്റെ അനുജനല്ലേ? അതെ, പക്ഷേ അവൻ ഇതിലും നല്ലൊരു ആലോചന ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആഹാ, എന്നിട്ടമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. കെട്ടിച്ചു വിട്ട് ഭാരം ഒഴിച്ചു അല്ലേ? അജയ, നീ ചേച്ചിയോട് പറഞ്ഞില്ലല്ലോടാ. ചേച്ചി എന്തറിഞ്ഞിട്ടാ? അമ്മ എന്തോ പറഞ്ഞെന്ന് വെച്ച്. അതെന്താടാ? അപർണയുടെ കാര്യം നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? നമ്മുടെ അപർണ? ആഹാ, ചേച്ചി നിനക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടില്ല, നീ കേട്ടിട്ടില്ല. ആർടി ഓഫീസിലെ ആൾക്ക് എന്തുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലേ? അതുപോലെയാണോ നമ്മുടെ അപർണ? അവള് നമ്മുടെ കുട്ടിയല്ലേ, നമുക്കത് മതി. അത് മതിയെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നാലേ അവളെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകും. അച്ഛനോട് ഇവനൊന്ന് സൂചിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ മോന് വേണ്ടി ഈ തന്തയ്ക്ക് അവിടെ മരിച്ചൊന്നൊന്ന് പെണ്ണ് ചോദിച്ചുകൂടെ? ഞാനൊരു ചായ ചോദിച്ചേ ഇരിക്കുന്നു. ഇങ്ങനെ 24 മണിക്കൂറും ചായയും കുടിക്കണം, ബിസ്ക്കറ്റും തിന്നണം. അച്ഛാ, അമ്മ പറയുന്ന കാര്യമല്ലേ? ഒന്ന് നാവ് വളച്ചാ കിട്ടുന്ന എന്തൊക്കെയാ? അങ്ങനെ ഒരുപാടൊന്നും വേണ്ട ചേച്ചി ജീവിക്കാൻ. മനസമാധാനം ഏറ്റവും വലുത്. ചെറുക്ക, വേദാന്തം പറഞ്ഞോണ്ടിരുന്നാലേ തന്തയുടെ ഗതിയാകും. അച്ഛൻ എന്റെ ജീവിതം അധോഗതിയിലാക്കി. ഇവനെങ്കിലും ഒരു നല്ല വഴിക്ക് എത്തട്ടെ. ഇത് പറഞ്ഞൊരു വഴക്ക് വേണ്ട ചേച്ചി. കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ. എന്താ ഇവനിങ്ങനെ? ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എന്താടാ ഇത്ര ആലോചിക്കാനുള്ളത്? നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ പറയൂ. ദേ, നിനക്കൊരു ഗുണം വരിക എന്ന് പറഞ്ഞാ അത് ഈ ചേച്ചിക്കൂടെ ഗുണമാണെന്ന് കൂട്ടിക്കോ. നീ പൂന്തോട്ടം വീടിന്റെ അവകാശമായി കഴിയാന്ന് വെച്ചാ എനിക്കും ഒരു അഭിമാനല്ലേ?
നിനക്കറിയാവുന്ന കുട്ടി എന്ന് പറഞ്ഞ ദേ ഈ കൈ പിടിച്ച് ഹേമേച്ചി ഹേമേച്ചി എന്ന് പറഞ്ഞ് നടന്നവളാ. നീ അവളെ കെട്ടുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. ചേച്ചി പറയുന്ന കേട്ടാ തോന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്. പിന്നെ അവക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കൂ? ഏയ്, അതിനു വേണ്ടുന്ന സൗന്ദര്യമൊക്കെ നിനക്കുണ്ട്. സൗന്ദര്യം അല്ലേ ചേച്ചി? നിനക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ, ജോലിയില്ലേ? മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞാ അത്ര കുറഞ്ഞ പണിയാ? ഞാനൊരു ആർടി ഓഫീസർ കല്യാണം കഴിച്ചില്ലേ? അതല്ലേ ചേച്ചി, അതില് വേറൊരു ഒന്നുമില്ല. നീ ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നീ മനസ്സുറപ്പിക്ക ജയ, ഇക്കാര്യത്തിൽ ചേച്ചിയുടെ സകല പിന്തുണ നിനക്കുണ്ട്.